നമസ്കാരം. അക്കൗണ്ടിംഗ് സ്ഥാപനമായ ഏണസ്റ്റ് ആൻഡ് യങ്ങിലെ ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ മലയാളിയായ 26-കാരി അന്ന സെബാസ്റ്റ്യൻ കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൻ്റെ ഞെട്ടൽ മാറും മുമ്പ് ഏറെക്കുറെ സമാനമായ മറ്റൊരു സംഭവം കൂടി ചെന്നൈയിൽ. IT ജീവനക്കാരനായ കാർത്തികേയൻ എന്ന 38-കാരൻ സ്വയം ഷോക്കടിപ്പിച്ച് ജീവനൊടുക്കുകയായിരുന്നു. ശരീരത്തിൽ ഇലക്ട്രിക് വയർ ഘടിപ്പിച്ച് സ്വയം ഷോക്കേൽപ്പിച്ചാണ് ആത്മഹത്യ ചെയ്തത്. തേനി സ്വദേശിയാണ് കാർത്തികേയൻ. ഭാര്യയും 2 മക്കളുമുണ്ട്. ജീവനൊടുക്കിയതിന് പിന്നിൽ ജോലി സമ്മർദ്ദമാണെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ജോലി സ്ഥലത്ത് നിന്ന് കടുത്ത സമ്മർദ്ദം നേരിടുന്നതായി കാർത്തികേയൻ പരാതിപ്പെട്ടിരുന്നെന്നും വിഷാദ രോഗത്തിന് ചികിത്സയിലായിരുന്നു എന്നും പോലീസ് പറഞ്ഞു. ജോലി ചെയ്തിരുന്ന പല്ലാവരത്തെ സ്വകാര്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു. അന്ന സെബാസ്റ്റ്യൻ ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ 2 മാസം മുമ്പ് കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഹൃദയസ്തംഭനമായിരുന്നു അന്നയുടെ മരണകാരണം. ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എക്സിലൂടെ നൽകിയ പരാതിയിലാണ് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരന്തലജെ അന്വേഷണം പ്രഖ്യാപിച്ചത്. അന്നയുടെ മാതാവ് കമ്പനിക്ക് അയച്ച പരാതി ദേശീയ മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതോടെയാണ് പ്രശ്നം സമൂഹ ശ്രദ്ധ നേടിയത്. എറണാകുളം കങ്ങരപ്പടി പേരയിൽ സിബി ജോസഫിൻ്റെയും അനിത അഗസ്റ്റിൻ്റെയും മകളാണ് ഉന്നത നിലയിൽ പരീക്ഷകൾ ജയിച്ച അന്ന. ചാർട്ടേഡ് അക്കൗണ്ടൻസി പാസ്സായതോടെ 4 മാസം മുമ്പാണ് അവർ ജോലിയിൽ പ്രവേശിച്ചത്. ആദ്യ ജോലിയുടെ ആവേശമായി മാർച്ച് 19-ന് പൂനെയിലെ EY ഓഫീസിലെത്തി. ജൂലൈ 20-ന് അവിടെ ഹോസ്റ്റലിലായിരുന്നു അന്ത്യം. അരുൺ അഗസ്റ്റിനാണ് സഹോദരൻ.